25 കോടിയുടെ ഓണം ബമ്പർ ഭാഗ്യശാലി ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് എസ് നായരാണ്. തുറവൂർ SBI ശാഖയിൽ ശരത്ത് ടിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത്. ആൻമരിയ സണ്ണി ഇപ്പോൾ ചേരുന്നുണ്ട്. ആൻമരിയ ഉള്ളത് ശരത്തിനൊപ്പമാണ്. എന്തൊക്കെയാണ് ശരത്ത് പറയുന്നത്? അദ്ദേഹം ടിക്കറ്റ് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് അദ്ദേഹത്തിന്റെ ഫോണിൽ അതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ ആ ടിക്കറ്റ് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി കേരളം ആരാണ് ഭാഗ്യവാൻ എന്ന് തിരയുകയായിരുന്നു. അതിനിടയിലും ശരത്ത് നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയിരുന്നു. ഇന്നിതാ ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. എന്താണ് ശരത്തിന് പറയാനുള്ളത്? അദ്ദേഹം സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. 2 ദിവസം എവിടെ എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി? വിജയകുമാർ, തീർച്ചയായിട്ടും ആളുടെ സന്തോഷം ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശരത്തിനോട് തന്നെ ചോദിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു ഓണം ബമ്പർ എടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഓണം ബമ്പർ എടുക്കുന്നത്. അതിൽ തന്നെ അടിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. 2 ദിവസമായി വന്നിട്ട് വിജയം പ്രഖ്യാപിച്ചിട്ട് അറിഞ്ഞിട്ടും 2 ദിവസമായി. എന്താ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് പെട്ടെന്ന് കൺഫർമേഷൻ ആയതിനു ശേഷം നോക്കിയിട്ട് ചെയ്യാന്നുള്ളൊരു ഇതിലായിരുന്നു. എല്ലാം സീരിയൽ നമ്പർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ചെയ്യാന്നുള്ളൊരു പറയാന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സാർ അക്സെപ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചാനലിലാണെങ്കിലും പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലോട്ടറി കടയോട് തൊട്ട്, അതായത് താങ്കൾ ലോട്ടറി എടുക്കുന്ന കടയോട് തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. അതെ. അപ്പോ അടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ആ സമയത്ത് ആ തിരക്കിന്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നു. ഒളിച്ചു മാറി? അല്ല, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ടിരുന്നു തിരക്ക് കാര്യങ്ങൾ. ചാനലൊക്കെ ഞങ്ങളുടെ ഓഫീസിന്റെ പതുക്കലാണ് എല്ലാം വണ്ടിയിലായിട്ടിരുന്നത്. കണ്ടിരുന്നു. ആരോട് ആദ്യം പറയുന്നത്? ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു. വൈഫ് എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വാട്സാപ്പിൽ മേടിച്ചിട്ട് സീരിയൽ നമ്പർ ചെക്ക് ചെയ്ത് നോക്കി ഓഫീസിൽ നിന്ന് തന്നെ. അപ്പോൾ അത് സീരിയൽ നമ്പർ കറക്റ്റാണെന്ന് അറിഞ്ഞു. പിന്നെ വീട്ടിൽ വന്നിട്ടും ക്രോസ് ചെക്ക് ചെയ്തു. എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ നോക്കി. അങ്ങനെയാണ് ഞങ്ങൾ കൺഫേം ചെയ്തത്. 2 ദിവസം വൈകാനുള്ള കാരണം? അല്ല, ബാങ്ക് ടൈം തുടങ്ങിയതിന് ശേഷം അല്ല നമുക്ക് സബ്മിറ്റ് ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു. പുറത്ത് പറയാൻ നമുക്ക് ഇതെല്ലാം കറക്റ്റ് ഒരു അക്സെപ്റ്റേഷൻ വന്നതിന് ശേഷം ഒരു ബാങ്ക് ആണെങ്കിലും അവർ നോക്കി ഓക്കെ പറയാണ്ട് നമുക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു എന്ന് അങ്ങനെ ചുമ്മാ പറയാൻ ഇവിടെ നെട്ടൂർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാൾ, ഒരു 12 വർഷത്തോളം. അതിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ബമ്പർ എടുക്കുന്നത്. വിജയകുമാർ, ഇത് തന്നെയാണ് ആദ്യമായിട്ടാണ് ഓണം ബമ്പർ എടുക്കുന്നത്. ആദ്യമായിട്ടൊരു ഓണം ബമ്പറൊക്കെ എടുക്കുന്നു, അതിൽ തന്നെ കോടീശ്വരനാകുന്നു, അല്ലെങ്കിൽ 1ാം സമ്മാനം നേടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആ ഒരു എക്സിമെന്റിലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് പറയാനായിട്ടുള്ളത്, ഈ ബമ്പർ അടിച്ച് അത് ഈ കടയിൽ നിന്നാണ് ലോട്ടറി എടുത്ത ആളാണ്, അത് ഞാനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു പരിസരത്തുണ്ടായിരുന്നു അവിടെ ആൾക്കൂട്ടം വരുന്നത്. നമ്മളൊക്കെ ആണെങ്കിലും 2 ദിവസമായിട്ട് ആ പരിസരത്തൊക്കെ ഓടി നടക്കുകയാണ്. ആ സമയത്തൊന്നും നമ്മളോടൊന്നും ഒരു വാക്ക് പോലും പറയാതെ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് രാവിലെ ആ താൻ വർക്ക് ചെയ്യുന്ന കടയിലേക്ക് ചെല്ലുന്നു അല്ലെ, ചെന്ന് അവിടെ ലീവ് പറഞ്ഞു. ഓഫീസിലാണ് ഇപ്പോൾ പെയിന്റിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ചെന്ന് സംസാരിച്ച ലീവ് കാര്യങ്ങളെല്ലാം സാറുമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാലും അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അടിച്ചതെന്നൊന്നും പറഞ്ഞില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് രാവിലെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ലീവിലാണ്, എനിക്ക് ലീവ് വേണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. എന്നിട്ട് അവരോട് പോലും പറയാതെയാണ് ഈ ബാങ്കിലേക്ക് എത്തുന്നത്. എന്തായാലും ബാങ്കിലെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആള് വളരെ ഹാപ്പിയാണ്. ആൾ മാത്രമല്ല, ഈ പ്രദേശത്തും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വളരെ ഹാപ്പിയാണ്. നമ്മളും ഹാപ്പിയാണ്. ഒടുവിൽ നമ്മളും ആ ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, ആൻമരിയ ചേർന്നത് ശരത്തിനൊപ്പമാണ്. ശരത്ത് ടിക്കറ്റ് അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് ബാങ്കിൽ ടിക്കറ്റ് നൽകി ഒരിക്കൽ കൂടി ഉറപ്പിച്ചിട്ട് മാധ്യമങ്ങളോടോ ആളുകളോടോ ഒക്കെ പറയാം എന്നതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിച്ചത് എന്നാണ് ശരത്തിന്റെ വളരെ നിഷ്കളങ്കമായ ഒരു മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.